എന്താ വിശേഷം? കുറച്ചായല്ലോ നമ്മൾ കണ്ടിട്ടില്ലേ? സ്കൂൾ തുറന്നു ഏകദേശം ഒരു 10-30 ദിവസം അല്ലേ? കറക്റ്റ് പറഞ്ഞാൽ ഒരു മാസം നമ്മൾ കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 1-ാം തീയതിയാണ്. ഒരു മാസം കഴിഞ്ഞു. കറക്റ്റ് പറഞ്ഞാൽ 30 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 30 ദിവസം എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു? നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം, ഇനിയും സമയമുണ്ടല്ലോ. എക്സാം ഒന്നും ആയിട്ടില്ലല്ലോ, സമയം ഇഷ്ടം പോലെ മുന്നേ കിടക്കുന്നുണ്ടല്ലോ. ഓണം എക്സാം ഇനിയും അധികം നേരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മുന്നിൽ എക്സാം ഇങ്ങനെ നിങ്ങളെ തുറിച്ചു നോക്കി നിൽക്കുന്ന സമയത്ത് ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും സീരിയസ്നെസ് ഇല്ലാണ്ട് ഇങ്ങനെ നടക്കാൻ തോന്നുന്നത്? നിങ്ങളൊക്കെ കരയുമല്ലോ. ഇനി വരും, നിങ്ങളുടെ എക്സാം വരും, നിങ്ങൾ എക്സാം എഴുതും, നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് 5 പൈസന്റെ മാർക്ക് ഉണ്ടായാലും പൊട്ടിപ്പാളീസായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കരയും. അന്ന് നിങ്ങൾ പറയും കുറച്ചും കൂടെ പഠിച്ചാൽ മതിയായിരുന്നു, അല്ലെ കുറച്ചും കൂടെ നേരത്തെ പഠിക്കാമായിരുന്നു, കുറച്ചും കൂടെ നേരത്തെ തുടങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ആദ്യം തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം വരും. എൻ്റെ മക്കളെ ഒരു ഒറ്റ കാര്യം മനസ്സിലാക്ക്. നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന എക്സാം ഹാളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ എക്സാം ഹാളിലേക്ക് ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഇന്ന് ഞാനത് എഴുതി പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ മുഖം ഞാൻ വിചാരിക്കുന്ന രീതിയിൽ തെളിഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇന്ന് മുതലെങ്കിലും എൻ്റെ മക്കൾ തുടങ്ങിക്കോ. ഇത് എനിക്ക് വേണ്ടി പറയുന്ന നിങ്ങൾ വിചാരിക്കരുത്. മിസ്സിന് ഒരു കാര്യം ഇതിനകത്തുനിന്ന് കിട്ടാനില്ല. പക്ഷേ എക്സാം കഴിഞ്ഞ് നമ്മുടെ ഇൻബോക്സിൽ നിങ്ങളുടെയൊക്കെ കരച്ചിൽ കേൾക്കരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ നിങ്ങളോട് പറയേണ്ടി വരുന്നത്. കാരണം ഇത് എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതാ. നമ്മൾ ആദ്യം മുതലേ കുട്ടികളോട് പറയും പഠിച്ചു തുടങ്ങിക്കോ, പഠിച്ചോ, സമയമില്ല, എക്സാം ആവാനായി. കുട്ടികൾ പഠിക്കൂല. നിങ്ങൾ ഇപ്പോഴും എവിടെയാണെന്നറിയോ? വെക്കേഷൻ മൂഡില്ല, തീർന്നിട്ടില്ല, ഹാങ് ഓവർ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കുക റീൽസ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും ആവശ്യമില്ലാത്ത സമയം ഇഷ്ടം പോലെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ ഒരു സീരിയസ്നെസ്സിന്റെ ഒരു പെർസെൻറ്റേജ് പോലും നമ്മുടെ ഉള്ളിലൊന്നും എത്തിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ വേൾഡ് കപ്പിന്റെ ടൈമാണല്ലോ. നമ്മുടെ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഞാനൊരു കട്ട ബ്രസീൽ ഫാനാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീലിനെതിരെ വന്നത് ജപ്പാനാണ്. ഈ ജപ്പാൻ മത്സരം വന്ന സമയത്ത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോലും ജപ്പാൻ എന്നൊരു പേര് തന്നെ നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ വർഷത്തെ വേൾഡ് കപ്പിൽ ജപ്പാൻ എന്നൊരു പേര് ബ്രസീലിനെതിരെ കണ്ടപ്പോൾ ബ്രസീൽ ഫാൻസ് ഒക്കെ കുറച്ചധികം ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇൻ കേസ് തോറ്റുപോയാലോ എന്ന് ആലോചിച്ചിട്ട്. അത്രക്ക് കിടിലൻ എതിരാളികളായിരുന്നു ഈ വർഷം ജപ്പാൻ എന്ന് പറയുന്നത്. അത് വെറുതെ ഉണ്ടായതാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 1992 അവരുടെ ടീം ഇരുന്നിട്ട് കുത്തിയിരുന്നൊരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു വിഷൻ, ഒരു 100 year old വിഷൻ. 100 വർഷത്തിനുള്ളിൽ ഇവർ കിടിലമാവെന്ന് പറഞ്ഞിട്ടൊരു വിഷൻ, ഒരു പ്ലാൻ അവർ എഴുതി ഉണ്ടാക്കുകയാണ്. ഇവർ പറയുന്നത് എന്താ പറയുക? 2050 വേൾഡ് കപ്പ് അത് ഞങ്ങൾക്കുള്ളതാണ്. ഈ വിഷനാ നമുക്ക് വേണ്ടത്. നമ്മൾ നമ്മളുടെ കഴിവിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലോ 100% കോൺഫിഡൻ്റ് ആയി എല്ലാ വർഷവും കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങൾ പണിയെടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും എത്തും. ഈ വർഷം ജപ്പാൻ ഇതുവരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2050 വേൾഡ് കപ്പ് ജപ്പാനിലുള്ളത് തന്നെയായിരിക്കും നിങ്ങൾ നോക്കിയിരുന്നോണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഓരോരുത്തരും ഓരോ പ്ലാൻ ഉണ്ടാക്കി. നിങ്ങൾക്കൊന്നും അധികം സമയമുണ്ടോ ഇനി മുമ്പിൽ? ഇല്ല. നമ്മളുടെ ഒന്നും മുതൽ അധികം സമയമില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്ലാനും കൃത്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ എക്സാം കഴിഞ്ഞിട്ടുള്ള കരച്ചിൽ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാരൻസിന്റെ മുഖത്ത് നോക്കിയിട്ട് നേരെ നിന്ന് പറഞ്ഞൂടെ കിട്ടി, ഞാൻ ജയിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിച്ചൂടെ? നിങ്ങളെ കാർക്കിച്ച് തുപ്പാൻ വരുന്ന, നിങ്ങളെ കളിയാക്കാൻ വരുന്ന നിങ്ങളുടെ ബന്ധുക്കളോടും റിലേറ്റീവ്സിനോടും നാട്ടുകാരോടും നിങ്ങൾക്ക് എല്ലാവർക്കും നേരെ നിന്ന് പറയാൻ പറ്റും. പക്ഷെ ഇതിന് വേണ്ടത് എന്ത് മാത്രമാണെന്നറിയോ? ആ ഗട്ട്സ് ആണ്, തുടങ്ങാനുള്ള ധൈര്യമാണ്. വെൻ യു സ്റ്റാർട്ട്, നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞ മാതിരിയാ. ഇതിൻ്റെ ഒക്കെ ഒരു ഹരം കയറി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്കിത് നിർത്താൻ പറ്റൂല. അമ്മാതിരി ലെവലിൽ നമ്മളെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് അതിനോടുള്ള ഒരു ആർത്തിയാണ്. ജയിക്കണം എന്നുള്ള ആർത്തി വേണം. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണെന്നുള്ള ഒരു ആർത്തി വേണം. നിങ്ങൾക്ക് ഈ പറയുന്ന കളിയാക്കുന്നവരോടൊക്കെ കണക്ക് പറയണം എന്നുള്ള ആർത്തി വേണം. നിങ്ങൾ ഇവരുടെയൊക്കെ മുന്നിൽ എണീറ്റ് നിന്ന് കൈവിരൽ ചൂണ്ടി ചോദിക്കുന്നുള്ള ഒരു ധൈര്യം വേണം. ആ സാധനം നമുക്ക് മനസ്സിലുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ റീൽസ് തോണ്ടി തന്നെ ഇരിക്കുന്നുണ്ടാവും. ഒരു 5-10 കൊല്ലം കഴിഞ്ഞാലും ഒരു ജോലി ഉണ്ടായാലും ഒരു കൂലി ഉണ്ടായാലും യാതൊരുവിധ ഗതിയും നമ്മൾ പിടിക്കൂല. സോ ഞാൻ പറയാം മക്കളെ, ഇത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല. ഇന്ന് മുതലെങ്കിലും തുടങ്ങിക്കോ. പ്ലസ് 1 നമ്മൾ ആവുമ്പോൾ നമ്മൾ ഉഴപ്പില്ലേ? നമ്മളൊക്കെ ഒന്ന് ചെയ്യാവുന്ന അത്രയും നമ്മൾ ഉഴപ്പത്തരം കാണിച്ച് നമുക്ക് കിട്ടിയ മാർക്കും വെച്ച് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട് പ്ലസ് 2 ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പുസ്തകം തുറക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇല്ല. ആ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. ആ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് വിഷൻ ഇല്ല. നമുക്ക് എന്താ ഇപ്പോഴും നമുക്ക് 4 റീൽസ് തോണ്ടണം, അല്ലെങ്കിൽ നമുക്ക് അത് മതി. നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ? ആണോ? നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുക, നിങ്ങൾ അത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ഇത്രയ്ക്ക് മതിയോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ എഫേർട്ട് കുറഞ്ഞുകൊണ്ടല്ലേ? നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് എഫേർട്ട് ഇടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും വരൂല. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരാ എഫേർട്ട് ഇടണ്ടേ? നമ്മുടെ പേരൻസോ അല്ലെ നിങ്ങളുടെ ടീച്ചേഴ്സോ?
അല്ല, നിങ്ങളാണ് എഫേർട്ട് ഇടേണ്ടത്, നിങ്ങളാണ് പണിയെടുക്കേണ്ടത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. നിങ്ങൾ ഇനിയെങ്കിലും പണിയെടുക്കണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത്രയും കാലം നമ്മൾ കുറെ ആൾക്കാരുടെ മുന്നിൽ തലയും താഴ്ത്തി നടന്നില്ലേടാ, ഇനി മതി, ഇനി നിർത്ത്. ഇനി ഇവരോടൊക്കെ തിരിച്ചു പറയാനുള്ള സമയമായി. ഇവരോടൊക്കെ നേരെ നിന്ന് എണ്ണി എണ്ണി കണക്ക് ചോദിക്കാനുള്ള സമയമായി. നമുക്ക് തന്നെ കൊടുത്തൊരു വാക്കുണ്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ? നമുക്ക് തന്നെ നമ്മൾ കൊടുത്തൊരു വാക്കില്ലേ, ഇനി ഞാൻ പഠിക്കും, ഇനി ഞാൻ അടിപൊളിയാകും, +2 ഞാൻ എൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ നേരെ നിന്ന് ഈ കളിയാക്കിയവരോടൊക്കെ ചോദിക്കും, ഇപ്പൊ എങ്ങനെ ഉണ്ടറാ എന്ന് ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ വളരുമെന്ന് നമ്മളൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ തെറ്റിക്കരുത്. നിങ്ങളുടെ മുന്നിൽ ഇനി തിരുത്താൻ ഒരു അവസരമില്ല. നമ്മളുടെ മുന്നിൽ ഇനി അധികം സമയമില്ല. തിരുത്താൻ നമുക്ക് ഇനി ഒരു വർഷം വരാനില്ല. കാരണം നമ്മളിപ്പോഴുള്ളത് നമ്മളുടെ അവസാന ലാപ്പിലാണ്, നമ്മളുടെ +2. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ ഇനി എവിടെയാ നിങ്ങൾക്ക് തിരുത്താൻ സമയം? നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ പ്രൂവ് ചെയ്താൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആണ് നമ്മുടെ മുന്നിൽ. അപ്പൊ എൻ്റെ മക്കള് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുക. അത് ഇനിയും ലേറ്റ് ആക്കരുത്. സ്റ്റാർട്ട് ഫ്രം ടുഡേ. ഇന്ന് തുടങ്ങുക. ഇന്ന് തുടങ്ങിയാൽ എൻ്റെ മക്കള് +2 കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഇതിന് നമുക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട്, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കേണ്ട വിഷയമുണ്ട്. അതില്ലെങ്കിൽ ആവശ്യമുണ്ട്. ഇത് നിങ്ങളെ കൊണ്ട് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് ഡിസിപ്ലിൻ അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയുണ്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് നടക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിനാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം സൂപ്പർ ബാച്ച് ഉള്ളത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ നമുക്ക് തരേണ്ടത് വെറും 5499 ആണ്. അതും 5999, 6000 രൂപയുടെ കോഴ്സാണ് നമ്മൾ നിങ്ങൾക്ക് 5499 നമ്മൾ തരാൻ പോകുന്നത്. അതും ജൂലൈ 8-നാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് ഇത്രയും പൈസയാണല്ലോ, ഈ പൈസ എന്നിട്ട് നിങ്ങൾ എന്ത് തരുമെന്ന് നിങ്ങൾ ചോദിക്കും. ₹1 ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ₹1.5 സർവീസാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ തന്നെ ദ ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ ദ ബെസ്റ്റ് ക്ലാസ്സസ്. ഇതുകൂടാതെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ചെയ്യുന്നുണ്ടോ, എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളെ ചോദിച്ച് വയ്യ നടക്കുന്ന നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ മെന്റർ, നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസുമായിട്ട് നേരിട്ട് ലൈവ് ക്ലാസ്സസ്, നേരിട്ട് ഡൗട്ട് ക്ലിയറൻസ്, ഇതിൽ പുറമൊക്കെ ഇനി എന്ത് വേണം? ഇതിൽ കൂടുതൽ ഒരുപാട് എണ്ണി പറഞ്ഞാൽ മിസ്സിന് പറഞ്ഞാൽ തീരാത്തത്ര സർവീസുകളാണ് നമ്മളുടെ ആപ്പിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ ആയിരക്കണക്കിനുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മരിക്കും, ചുരുക്കി പറഞ്ഞ. സോ ഇതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു സൂപ്പർ ബാച്ച്. സോ സൂപ്പർ ആവാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, അടിപൊളിയായിട്ട് മാറാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും റെഡി ആയിട്ടുണ്ട്. സോ ഇനി സമയം കളയാനില്ല. നമ്മളുടെ മുന്നിൽ ഇനി അധികം സമയവുമില്ല. ഓണപരീക്ഷ, ഇത് ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ആണ്. ഓണം എക്സാം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ മക്കള്, ഇന്ന് മുതൽ നമ്മൾ സൂപ്പർ ആവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ മിസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, ഫീൽ ദ മാജിക്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ആരാണ്, എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്ത് കൊടുക്കാനുള്ള സമയമാണ്. അത് വേസ്റ്റ് ചെയ്യരുത്, ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. ജസ്റ്റ് കം ടു അസ്. നിങ്ങളുടെ കൈ പിടിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്.